ഹായ് ഫ്രണ്ട്സ്, എനിക്ക് 25,000 രൂപ കിട്ടിയ ഒരു സർവേ സെറ്റാണ് കേട്ടോ ഇത്. ഇതിലെനിക്കൊരു 140 കിട്ടിയ സർവേ എങ്ങനെയാണ് ഞാൻ ക്വാളിഫൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു 20 എബോവ് ആയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു സർവേ സെറ്റാണ് കേട്ടോ ഇത്. കുറേ ഓപ്ഷൻസ് ഇതിൽ തന്നെ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക്. നമ്മുടെ ഹൗസ് ഹോൾഡ് ഇൻകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50,000 എബോവ് കൊടുത്തോളൂ. ഇയർലി ഇൻകം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 lakh ആൻഡ് എബോവ് കൊടുക്കണം. കുറച്ച് ട്രിക്സൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും മാനുഫാക്ചറിങ് ഫീൽഡോ ഗവൺമെൻറ് ഫീൽഡോ IT ഫീൽഡൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ IT ആണെന്ന് കൊടുക്കണം കേട്ടോ. ഞാനധികം കൊടുക്കാറുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജി, പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അങ്ങനെയൊക്കെ ആയിട്ടാണ്. എന്നാലേ നമ്മുടെ സർവേകൾ അധികം കിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും ഫീൽഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികം ഡിസ്ക്വാളിഫൈ ആവലാണ് ചെയ്യാറ്. പിന്നെ നിങ്ങൾക്ക് കുട്ടികളുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കണം. 2 കുട്ടികളാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഒന്ന് 1 ഇയറുള്ള കുട്ടിയും ഒന്ന് ഒരു 14 years ഉള്ള ഒരു കുട്ടീൻ്റെ ആണ് ഞാൻ കൊടുക്കാറുള്ളത്. നിങ്ങൾ ഡ്രിങ്ക്സ്, വൈന് അങ്ങനത്തെ എന്തെങ്കിലും ഡ്രിങ്ക്സ് പല ഐറ്റംസ് ഉണ്ടാവുമല്ലോ, കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ ഒക്കെ കുടിക്കലുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കലില്ലെങ്കിലും യെസ് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ യെസ് കൊടുത്താലാണ് കുറേ ക്വസ്റ്റ്യൻസും കുറേ സർവേ ഒക്കെ വരാം. ഏതൊക്കെ ബ്രാൻഡിൻ്റെ പേരുകൾ നിങ്ങൾക്ക് അറിയാനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബ്രാൻഡും കൂടെ സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഒന്നും അറിയില്ല എന്ന് കൊടുക്കരുത് കേട്ടോ. ഇതിൽ ഈ സർവേൻ്റെ മെയിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും നമ്മൾ ഉപയോഗിക്കലുണ്ടെന്ന് കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ സാധനത്തിൻ്റെ പേരും ഞങ്ങൾക്ക് അറിയും, എല്ലാ പ്രോഡക്റ്റും ഞങ്ങൾക്ക് അറിയും. എന്ത് മേക്കപ്പ് പ്രോഡക്റ്റ് ആയാലും ഡ്രിങ്ക്സിൻ്റെതായാലും എന്തായാലും ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ട്, ഐ ഹാവ് ഹിയർഡ് ഓഫ് ദിസ് ഡ്രിങ്ക് എന്ന് കൊടുക്കണം. നെവർ ഹിയർഡ് ഓഫ് ദിസ് ഡ്രിങ്ക് അങ്ങനെയൊന്നും കൊടുക്കരുത് കേട്ടോ. ഞാൻ ചെയ്യുന്ന സർവേ ഇതുപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് കൊടുക്കണതെന്ന്. പലതും ഞാനിങ്ങനെ ഇതിപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഈ ഡ്രിങ്ക്സ് കുടിക്കലുള്ളതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ കുറേയൊക്കെ പാസ്റ്റ് വീക്ക് കൊടുക്കുക, കുറേയൊക്കെ പാസ്റ്റ് മന്ത് കൊടുക്കുക. പാസ്റ്റ് 3 months കഴിഞ്ഞിട്ടും പാസ്റ്റ് ഇയർ ഒന്നും കൊടുക്കണ്ട കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബ്രാൻഡായിരിക്കും. ആ ബ്രാൻഡിനെ പറ്റിയിട്ട് നമ്മൾ 6 months ago കൊടുത്തിട്ടുണ്ടെങ്കിൽ, പാസ്റ്റ് ഇയറൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ അപ്പം തന്നെ ഒരു ഡിസ്ക്വാളിഫൈ ആക്കും. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ടൊക്കെ പാസ്റ്റ് വീക്കും പാസ്റ്റ് മന്തൊക്കെ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ അടിക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരും. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പാസ്റ്റ് വീക്കൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോവാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലത് 5 minutiനുള്ളിൽ തന്നെ കിട്ടണതുണ്ടാവും, ചിലത് 2 minutiനുള്ളിൽ കിട്ടുന്നുണ്ടാവും. ഇതിപ്പോൾ എനിക്കൊരു 10 minute എടുത്തിട്ടാണ് എനിക്കിപ്പോൾ 140 കിട്ടിയത്. ചിലത് ലാസ്റ്റ് വരെ പോയിട്ട് ഔട്ടാവണതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോ ഭാഗ്യമാണ്. പിന്നെ മെയിനായിട്ട് സർവേ തന്നെ കേട്ടോ. സർവേ എനിക്ക് 1 minute $1 കിട്ടിയിട്ടുള്ള സർവേ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഡോളറാണ് ഇതിന് മെയിനായിട്ട് കിട്ടുക കേട്ടോ. $5 ആയി കഴിഞ്ഞിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഞാൻ ടൈം ബക്സിൻ്റെ ഒരുപാട് സർവേ ചെയ്യുന്ന വീഡിയോ, ടാസ്ക് ചെയ്യുന്ന വീഡിയോ, പുഷ് ക്ലിക്ക് അടിക്കുന്നത്, ടാസ്കിൻ്റെ പല ഓഫേഴ്സൊക്കെ ഉണ്ടാവും. എല്ലാം ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം ജസ്റ്റ് നിങ്ങൾക്ക് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സർവേയിൽ ചേരാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ.